നല്ല നിസ്കരിക്കണ ഭക്തന്മാരായ മനുഷ്യന്മാരെ നിൽക്കാനും ഓരോരുത്തരും കൊണ്ട് നിൽക്കണുണ്ടല്ലേ. എല്ലാ പള്ളിയിലും കാണുമ്പോ ഒരു കസേര. ഹാർട്ട് രോഗം നമ്മൊന്ന് അരികെ പോയാൽ മതി, ഓൻ വന്നിട്ട് പിന്നെ നിസ്കരിക്കുന്ന അതിന് ബുദ്ധിമുട്ട്. ഇത് ഗൾഫ് കാണുക. കാബന്റെ മുന്നിൽ അങ്ങനെയല്ല നിസ്കരിക്കണേ. പരിശുദ്ധ കാബേക്ക് തിന്നിട്ട് ആചാര്യ നിൽക്കാറാണ് നിസ്കരിക്കുന്നത്. അത് നമ്മളിവിടെ നടത്തുക. ഒരു ഭക്തനായ മനുഷ്യനെ നിസ്കരിക്കാൻ സ്വഹീഹായ രീതിയിൽ നിസ്കരിക്കാൻ നമ്മളെ കൂട്ടർ അനുവദിക്കൂല. ഇതിന്റെയും കൂടി നേതൃത്വം ഏറ്റെടുക്കണം നമ്മളെ മുത്തപ്പാസുണ്ട്. നിസ്കരിക്കണവന്റെ കൂട്ടത്തിന് ഈ ഗൾഫ് കാണുന്ന എല്ലാ തെറ്റുകളും കൊണ്ടുവരുന്ന ബല. അതാ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അത് ഇസ്ലാമാന്ന് പറഞ്ഞ് നമ്മളെ നാട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരിക. ആ കൂട്ടത്തിൽപ്പെട്ടതായി കസാലിയിൽ നിസ്കാരം. നിൽക്കാൻ വയ്ക്കയാൾക്ക്, നിൽക്കാൻ വയ്ക്കുന്ന ആൾക്ക് നിൽക്കണ്ടേ? ഫാത്തിഹ സൂറത്ത് നിന്നിട്ടാവണം. നൃത്തം തന്നെ നിസ്കാരത്തിലൊരു ഫർളല്ലേ. റുക്കൂഉം സുജൂദിലേക്ക് അയാൾക്ക് പോകാൻ പറ്റാന്ന് എഴുതിയിട്ട് നൃത്തം അയാൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അത് ആലോചിച്ചാൽ തന്നെ തിരിയില്ല മനസ്സിലാവും. നിസ്കാരത്തിന്റെ എത്രാമത്തെ ഫർളാണ് നൃത്തം? മൂന്നാമത്തെ ഫർള് നൃത്ത. പക്ഷെ ആദ്യം മുതൽ ഉണ്ടാകേണ്ട ഫർളാണ് നൃത്തം. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലേണ്ടതും നിയ്യത്തുണ്ടാവുക അല്ലാഹു അക്ബറിന്റെ കൂടെ. ഇത് രണ്ടും വരുന്നത് നിന്നുകൊണ്ടാണ്. എന്നിട്ട് നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് നിന്നുകൊണ്ടാണ്. ഇത് മൂന്നാമത്തെ ഫർളല്ലേ. ഈ മൂന്നാമത്തെ ഫർള് കഴിഞ്ഞിട്ട് പിന്നെ റുക്കൂഉം സുജൂദും പിന്നെ വരുന്നല്ലുള്ളൂ. അപ്പോൾ ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് തലക്കന്നെ നിൽക്കുവോ ഇരിക്കുവോ? പക്ഷെ ഒരുവിധം ആളുകളൊക്കെ നിസ്കാരം ഭക്തരാണിത്. വളരെ കാലം നിസ്കരിച്ചവർ. തങ്ങളുടെ മദ്ഹബ് എന്താണ്? ഏത് മദ്ഹബ് അനുസരിച്ചാ തങ്ങൾ നിസ്കരിക്കുന്നത്? തങ്ങളുടെ മദ്ഹബ് അനുസരിച്ചുള്ള നിയമം എന്താണ് എന്ന് മുസ്ലിയാരോടോ പണ്ഡിതനോടോ ഉസ്താദിനോടോ പള്ളിയിലെ കാലേരോടോ ചോദിക്കാനുള്ള സാവകാശം പോലുമില്ല. എല്ലായിടത്തും നിസ്കരിക്കണില്ലേ? എല്ലായിടത്തും ബൈപ്പാസ് കഴിഞ്ഞാലൊക്കെ എങ്ങനെയാ നിസ്കരിക്കണം? നമ്മളും നിസ്കരിക്കാന്നാ. ഇങ്ങനെയൊക്കെ നിസ്കാരം നശി മുഷിയാക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്.